അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഫൗസിയ ബഷീർ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വീട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കുന്ന 12 അടയാളങ്ങളെക്കുറിച്ചാണ്. അവ നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. 12 കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ നിമിഷം തന്നെ എടുത്തൊഴിവാക്കുകയും വേണം. അപ്പോൾ നമുക്ക് 12 കാര്യങ്ങൾ, അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, മരത്തിനടിയിൽ മൂത്രമൊഴിക്കുന്ന ശീലം ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാക്കാൻ വലിയ കാരണമാണ്. അങ്ങനെയുള്ള ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ശീലങ്ങൾ മാറ്റിക്കളയുക. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം, വീട് എപ്പോഴും വൃത്തിഹീനമായിട്ട് കുപ്പ പോലെ അടിച്ചു വാരാതെ, അല്ലെങ്കിൽ അടിച്ചു വാരി ഒരു ഭാഗത്ത് കൂട്ടിയിട്ട് അത് കളയാതെ, പ്ലാസ്റ്റിക്കുകളും പേപ്പറുകളൊക്കെ ഒരു വേസ്റ്റ് ബോക്സിലാക്കി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച്, വസ്ത്രങ്ങളൊക്കെ മടക്കി വെക്കാതെ ദിവസങ്ങളോളം കുപ്പ പോലെ ആക്കി കഴിഞ്ഞാൽ വീട്ടിൽ ബർക്കത്തുണ്ടാവില്ല, മലക്കുകൾ പ്രവേശിക്കൂല. അപ്പോൾ ആ ശീലമുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം, പൊട്ടിയ ചീർപ്പ് അല്ലെങ്കിൽ പല്ല് പോയത്, പൊട്ടിയ ചീർപ്പ്, പിന്നെ പൊട്ടിയ കണ്ണാടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ, പൊട്ടിയ ഗ്ലാസ്, പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ വീട്ടിൽ ദാരിദ്ര്യം വരുന്നതിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. നമുക്കത് വീണ്ടും ശരിയാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ അത് ശരിയാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലങ്ങനെ വെച്ചേക്കരുത്. എത്രയും പെട്ടെന്ന് അത് പുറത്തെടുത്തിട്ട് കളയുക. നാലാമത്തെ കാര്യം, നമ്മൾ വസ്ത്രം ധരിക്കുന്ന സമയം വലതു ഭാഗം കൊണ്ട് ആദ്യം തുടങ്ങുക. അപ്പോൾ പാൻറ് ഇടുകയാണെങ്കിൽ വലത് കാൽ ആദ്യം ഇടുക, ഷർട്ട് ആണെങ്കിൽ വലത് കൈ കൊണ്ട്, മാക്സി ആണെങ്കിലും എല്ലാം വലതു ഭാഗം കൂട്ടി തുടങ്ങുന്നത് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാക്കും. അഞ്ചാമത്തെ കാര്യം, നമ്മൾ പല്ല് കൊണ്ട് വീട്ടിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, ഉമ്മമാർ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രെഡൊക്കെ ഓരോന്ന് കൈമിലെടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് കടിച്ച് കടിച്ച് ഇങ്ങനെ നടന്ന് തിന്നുന്ന സ്വഭാവം, അത് നല്ല സ്വഭാവമല്ല. അപ്പോൾ പത്തിരിയോ എന്ത് ബ്രെഡോ ആയിക്കോട്ടെ, നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി പാത്രത്തിലാക്കി ഭക്ഷണത്തിലുള്ള ബഹുമാനവും അതിൻ്റെതായ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ അലക്ഷ്യമായിട്ട് ഒരു ബഹുമാനം കൊടുക്കാതെ നടന്നിട്ടും നിന്നിട്ടും ചെറിയ കുറച്ചെടുത്ത് കഴിച്ച് കുറച്ചവിടെ ബാക്കിയാക്കി അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ വീട്ടിൽ ബർക്കത്തില്ലാതാക്കും, ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിന് കാരണമാക്കും. പിന്നെ ആറാമത്തെ കാര്യം, പല്ലുകൊണ്ട് നഖം കടിക്കുന്ന ഒരു സ്വഭാവം പലവരും, വലിയവർ വരെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല്ലുകൊണ്ട് ഒരിക്കലും നഖം കടിച്ചിട്ട് ഇങ്ങനെ മുറിക്കരുത്. ചെറിയ മക്കളൊക്കെ വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ആ ശീലങ്ങൾ മാറ്റുക. അത് നല്ല ശീലമല്ല. അത് നമ്മളെ വീട്ടിൽ ബർക്കത്ത് തന്നെ ഇല്ലാതാവാൻ കാരണമാകും. ഒരു കാരണവശാലും പല്ലുകൊണ്ട് നഖം വെട്ടി ഇങ്ങനെ മുറിച്ച് വെട്ടി കളയരുത്. ഓക്കെ. ഏഴാമത്തെ കാര്യം, കീറിയ വസ്ത്രം ധരിക്കുക. കാരണം വസ്ത്രം വാങ്ങാനുള്ള കഴിവുണ്ട്. ഇനിയിപ്പോൾ കീറിയ വസ്ത്രമാണെങ്കിലും അടിക്കാനും എല്ലാത്തിനുമുള്ള സൗകര്യമുണ്ട്. നല്ല വസ്ത്രം വാങ്ങാനുള്ള കഴിവൊക്കെ ഉണ്ടായിട്ടും മനഃപൂർവ്വം ഓട്ടയായതും കീറിയതുമായ വസ്ത്രം ധരിക്കുന്നത് വീട്ടിൽ ഭയങ്കരമായിട്ട് ദാരിദ്ര്യം ഉണ്ടാക്കും. ഇനിയിപ്പോൾ കഴിവില്ലാത്തവരാണ്, അല്ലെങ്കിൽ കീറിയ വസ്ത്രമേ ഉള്ളൂ, അവരിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അവരെ അവസ്ഥ അതായിപ്പോയി. അപ്പോൾ എല്ലാം ഉണ്ടായിട്ടും കഴിവുണ്ടായിട്ടും കീറിയ വസ്ത്രം ധരിച്ച് വീട്ടിൽ കൂടെ നടക്കുന്നത്, വസ്ത്രങ്ങളൊക്കെ അളമാറയിൽ ഇങ്ങനെ കുത്തനുണ്ടാവും, എന്നാലും കീറിയ തന്നെ ഇട്ടുകൊണ്ട് നിൽക്കും. അത് പിന്നെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൂട്ടി വെക്കുന്ന ഒരു സ്വഭാവം. അപ്പോൾ കീറിയ വസ്ത്രം ധരിക്കാതിരിക്കുക. അത് ദാരിദ്ര്യം ഉണ്ടാക്കുന്നതിൻ്റെ വലിയൊരു അടയാളമാണ്. എട്ടാമത്തെ കാര്യം, സുബഹി ബാങ്ക് കൊടുത്തിട്ടും സുബഹി നിസ്കരിക്കാതെ ദീർഘനേരം അങ്ങനെ കിടന്നുറങ്ങാം. അത് വീട്ടിലെ ഹൈറും ബർക്കത്തും ഇല്ലാതെയാക്കും. സുബഹി ബാങ്ക് കേട്ട ഉടനെ പെട്ടെന്ന് എണീറ്റ് നിസ്കരിക്കുക. മനസ്സിലായില്ലേ? സുബഹിൻ്റെ സമയത്ത് നിസ്കരിക്കാതെ ദീർഘനേരം ഇങ്ങനെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ സുബഹിൻ്റെ സമയത്ത് റിസ്കിൻ്റെ മലായിക്കത്തുകൾ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടതൊന്നും റിസ്ക് ഒന്നും നൽകാതെ അവർ തിരിച്ചു പോകും. ഒരു കാരണവശാലും സുബഹി നിസ്കരിക്കാതെ, സൂര്യൻ ഉദിക്കുന്നത് വരെ നിസ്കരിക്കാതെ, സൂര്യൻ ഉദിച്ചിട്ടും എഴുന്നേൽക്കാതെ കിടക്കുന്ന ആ ശീലം വീട്ടിൽ ഹൈറും ബർക്കത്തും ഇല്ലാതാക്കുകയും ദാരിദ്ര്യത്തിന് കാരണമാക്കുകയും ചെയ്യും. അപ്പോൾ സുബഹിൻ്റെ സമയത്ത് നമ്മൾ എങ്ങനെ കിടന്നുറങ്ങരുത്. അപ്പോൾ റിസ്കിൻ്റെ മലക്കുകൾ റിസ്ക് നമുക്ക് നൽകാതെ തന്നെ തിരിച്ചു പോവുകയും റിസ്ക് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സുബഹിൻ്റെ സമയത്ത് എഴുന്നേൽക്കുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക. ഓക്കെ. ഒമ്പതാമത്തെ കാര്യം, നമ്മൾ രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുമല്ലോ. ചിലർ ഗ്ലാസ്സിലാക്കി വെക്കും, ചിലർ പാത്രത്തിലൊക്കെ ആക്കി കൊണ്ടുപോകും. പക്ഷേ എന്താക്കും, കുടിച്ച് കഴിഞ്ഞിട്ട് അതങ്ങനെ തന്നെ തുറന്നു വെക്കും. അല്ലെങ്കിൽ കുടിക്കാനുള്ള വെള്ളം മൂടി വെക്കാതെ തുറന്നു വെക്കുന്ന ഒരു സ്വഭാവം. നമ്മൾ ആ വെള്ളം കുടിച്ചാലും ഇല്ലെങ്കിലും പകൽ വരെ നമ്മൾ കുടിക്കാനെടുത്ത വെള്ളം ഇങ്ങനെ തുറന്നിടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ ശീലം മാറ്റുക. ഒരു കാരണവശാലും നമ്മൾ കുടിക്കാൻ കൊണ്ടുവെക്കുന്ന വെള്ളം ഒരു കാരണവശാലും തുറന്നു വെക്കാൻ പാടില്ല. അത് ശൈത്താൻ വന്ന് കുടിക്കാനും അതിൽ മൂത്രമൊഴിക്കാനും അങ്ങനെ പല വിധത്തിലുള്ള ദുരന്തങ്ങളും അതിൽ സംഭവിക്കാൻ ഇടയാകും. അത് നമ്മളെ വീട്ടിൽ ഹൈറും ബർക്കത്തും ഇല്ലാതാവും. നമ്മൾ കുടിക്കുന്ന വെള്ളമല്ല, ഒരു കാരണവശാലും അതിനെ വേസ്റ്റ് ആക്കാനോ തുറന്നിട്ടിട്ട് അത് മറിക്കേണ്ട ഒരു അവസ്ഥ നമ്മൾ വരുത്തരുത്. ഓക്കെ.
10ാമത്തെ കാര്യം, വീട്ടിൻ്റെ പ്രധാന വാതിലിന് മുന്നേ തന്നെ ചെരുപ്പുകൾ ഒരുപാട് അലക്ഷ്യമായിട്ട് മറഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടന്നിട്ട് അലക്ഷ്യമായിട്ട് വീടിൻ്റെ മുമ്പർ തന്നെ ധാരാളം ചെരുപ്പുകൾ കൂട്ടിയിടാൻ പാടില്ല. മറഞ്ഞിരിക്കുന്ന ചെരുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നേരെയാക്കി ഒരു ഭാഗത്ത് അടുക്കി വെച്ചിട്ട്, പ്രധാന വാതിലിന് നേരെ തന്നെ വെക്കാതെ ഒരു മൂലക്കൽ നല്ല രീതിയിൽ അടുക്കി വെക്കുക. അങ്ങനെ വൃത്തിഹീനമായി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ബർക്കത്ത് തന്നെ ഇല്ലാതാവും. മലക്കുകൾ പ്രവേശിക്കൂല. വൃത്തിഹീനമായ വീട്ടിലേക്ക് ഒരിക്കലും മലക്കുകൾ പ്രവേശിക്കൂല. ഓക്കെ. 11ാമത്തെ കാര്യം, ഒരു കാരണവശാലും മൃഗങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു കാരണവുമില്ലാതെ നമ്മളെ ഉപദ്രവിക്കാൻ വരാതെ നമ്മൾ ഒരു പൂച്ചയെയോ നായയെയോ പക്ഷിയെയോ കല്ലെടുത്തെറിയുക, അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചിലർക്കുണ്ട് ഒരു തമാശ, ആ പൂച്ചേനെ എടുത്തെറിയുമ്പോൾ അതിൻ്റെ കരച്ചിലേക്കും അവർക്ക് ഭയങ്കര ഹരയിക്കാരും. ഒരു കാരണവശാലും നമ്മളെ ഉപദ്രവിക്കാത്ത ഒരു മൃഗത്തെ നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വയംരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിനെ തിരിച്ച് ഉപദ്രവിക്കാം. അല്ലാതെ ഒരു ജീവജന്തുക്കളെയും നമുക്ക് ഉപദ്രവിക്കാനോ കൊല്ലാനോ നമ്മൾ പാടില്ല. നമ്മളെ വീട്ടിലെ ബർക്കത്തും ഇല്ലാതാക്കും. പൂച്ച എന്നൊക്കെ പറയുന്നത് നമ്മളെ വീട്ടിലെ ബർക്കത്ത് കൊണ്ടുവരുന്ന മൃഗങ്ങളാണ്. ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്. ചെറിയ മക്കൾ ആരെങ്കിലും ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 12ാമത്തെ കാര്യം, നമ്മളെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ വെറുപ്പ് തോന്നുക. അവർ വരണ്ടില്ലേനും, അവർ വരുന്നത് നമുക്ക് അനിഷ്ടവും വെറുപ്പും മനസ്സിൽ വെക്കുക. ചിലരത് തുറന്ന് കാണിക്കുകയും ചെയ്യും. അപ്പോൾ വീട്ടിൽ വിരുന്നുകാർ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ വെറുപ്പ് കാണിക്കാൻ പാടില്ല. കാരണം അല്ലാഹു തആലക്ക് നമ്മളോട് നിരാശ ഉണ്ടാക്കും അത്. അപ്പോൾ വീട്ടിൽ വരുന്ന വിരുന്നുകാരെ നമ്മൾ ബഹുമാനിക്കുകയും അവരെ മാനിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു കാരണവശാലും വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അവരൊരിക്കലും വേദനിപ്പിക്കാനോ അവരോട് വിദ്വേഷം വെച്ച് പുലർത്താനോ പാടില്ല. അതാണ് 12ാമത്തെ കാര്യം. ഈ 12 കാര്യങ്ങൾ നമ്മളെ വീട്ടിലേക്ക് ദാരിദ്ര്യം വരുത്തുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ ശീലങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് മടങ്ങുക. ദീനിയായ കാര്യങ്ങൾ കേൾക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖിനെ നൽകട്ടെ. നമ്മുടെ വീട്ടിലും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.